ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ലോകം മൊത്തം കൊറോണയുടെ ഭീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇത് പടരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകുക. പിന്നെ ആവശ്യമില്ലാതെ നമ്മുടെ കണ്ണിൽ മൂക്കിലൊന്നും വായിൽ തൊടാതിരിക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ സർക്കാർ വേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ട്, അതിന് ഉള്ള നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് മാസ്ക് ഒക്കെ വെക്കാൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാസ്ക് എന്ന് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി വിലയാണ് ഇപ്പോൾ പല കടക്കാരും എടുക്കുന്നത്. നമ്മളിന്നൊരു ഇതുപോലത്തെ സഞ്ചിയിൽ നിന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു മാസ്ക് ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തുണി സഞ്ചികളാണ് കിട്ടുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് തുണിയല്ല, ഒരു ടിഷ്യൂ പേപ്പർ പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് 100% സേഫ് അല്ല ഈ മാസ്ക്. പക്ഷേ നമുക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഒരു മുതൽ മുടക്കം ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാസ്കാണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങളെന്ന് പറയുമ്പോൾ ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കത്തി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കത്രികയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, പിന്നെ നമ്മുടെ പച്ച കവറാണ്, അതായത് തുണി കവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു തുണി ടൈപ്പ് അല്ല, ഒരു ടിഷ്യൂ ടൈപ്പാണ്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലത്തെ ഒരു ടൈപ്പാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് പകുതിയായിട്ട്, ഒരു സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു സഞ്ചിയിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ഒരു 4 മാസ്കോളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ പകുതിയാക്കിയിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ 2 പീസ് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഒരു പീസ് നമ്മൾ എടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ചുളിവായിട്ട് മടക്കി കൊടുക്കാം. അതായത് ഒന്ന് ഫ്രണ്ടിലോട്ടും ഒന്ന് ബാക്കിലോട്ടുമായിട്ട് മടക്കി കൊടുക്കാം. അതായത് ഒരു ചുളുക്ക് വരുന്ന രീതിയിൽ നമുക്ക് മടക്കി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോ കാണിക്കുന്ന വിധത്തിൽ തന്നെ മടക്കണം. നമ്മളിവിടെ മടക്കിയെടുത്തു. എന്നിട്ട് നമ്മൾ 3 സൈഡിൽ 3 പിന്ന് വെച്ചിട്ടുണ്ട്, അതായത് 3 ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു ക്ലിപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഒരു സൈഡിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരു സൈഡ് നമുക്ക് മടക്കി സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. അത് ഞാൻ ഇപ്പോൾ വീഡിയോ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ തന്നെ നമുക്ക് അടുത്ത സൈഡും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെയ്യുന്നതോടെ നമ്മുടെ മാസ്കിൻ്റെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആ നടുക്കത്തെ ക്ലിപ്പ് എടുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മുടെ തുണിയിൽ നിന്നുണ്ടാക്കിയ മാസ്ക് നമുക്കൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, നമ്മളപ്പോൾ മാസ്ക് നമ്മൾ ഫുള്ള് കവർ ചെയ്തിരിപ്പുണ്ട്. അതായത് നമ്മുടെ മൂക്കും വായും എല്ലാം കവർ ചെയ്തിരിപ്പുണ്ട് നമ്മുടെ മാസ്ക്. അപ്പം ഈ നമ്മുടെ തുണിയിൽ നിന്നുള്ള നിങ്ങൾ സഞ്ചി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ പുതിയ കവർ തന്നെ വാങ്ങുക. അതായത് നമ്മുടെ കടയിൽ നിന്ന് 2 രൂപയ്ക്കും 3 രൂപയ്ക്കും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പുതിയ സഞ്ചി തന്നെ നിങ്ങൾ എടുക്കുക. ഈ പഴയതൊക്കെ എടുക്കാതിരിക്കുക, അത് സാധനങ്ങൾ ഇട്ട കവർ എടുക്കാതിരിക്കുക. പുതിയ തന്നെ നിങ്ങൾക്ക് 2 രൂപയ്ക്കും 3 രൂപയ്ക്കൊക്കെ ലഭിക്കുന്നതാണ്. നമ്മുടെ ഈ മാസ്ക് നമുക്ക് 7 മണിക്കൂർ കൂടുതൽ, അതായത് 7 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഡിസ്പോസിബിൾ ആണ്. അതായത് 7 മണിക്കൂർ കഴിയുമ്പോൾ ഇതെടുത്ത് മാറ്റണം. പിന്നെ ഇത് 100%, ഒന്നുകൂടെ പറയണം, 100% സേഫ് അല്ല. കാരണം ഇതെന്ന് പറയുമ്പോൾ ഒരു ടിഷ്യൂലേക്ക് ക്ലോത്താണ്. അപ്പോൾ നിങ്ങൾക്കൊരു അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക മാക്സിമം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.